Okay, good morning. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8th യൂണിറ്റ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ കുറേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിച്ചു, പിന്നെ പെർമ്യൂട്ടേഷനെ കുറിച്ച് പഠിച്ചു, സീക്വൻസ് ആൻഡ് സീരീസ് പഠിച്ചു, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് പഠിച്ചു, അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിച്ചു. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുവാണെങ്കിൽ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമ്പേഴ്സ് എങ്ങനത്തെയാ? 1, 2, 3, 4 അങ്ങനെ പറഞ്ഞു പോകുന്ന നമ്മുടെ സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ നമ്പേഴ്സ്. ഇനിയിപ്പോൾ നമ്മൾ വോൾ നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? 0യിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോകും. നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നപ്പോൾ നമ്മൾ 1 നിന്ന് തുടങ്ങി. വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 0യിൽ നിന്ന് തുടങ്ങി. പിന്നെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ഇറാഷണൽ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനത്തെ വരുന്നത്? നമ്മളുടെ റൂട്ടൊക്കെ വരുന്നത്. പിന്നെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് നമ്പേഴ്സും വരുവാണെങ്കിൽ അല്ലേ. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? നെഗറ്റീവ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, അതായത് -1, -2 അങ്ങനെ പോകുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ √(-1) പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് √(-) നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ അറിയില്ല. അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്യുന്നത്. √(-1) അല്ലെങ്കിൽ -1 വെച്ചിട്ട് നമുക്ക് റൂട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ അങ്ങനത്തെ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്ററിലൂടെ മൊത്തം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതെന്തിനു വേണ്ടി നമ്മൾ പഠിക്കുന്നു, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് ഓപ്പറേഷൻസ് കൊടുക്കുമ്പം അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് മീൻ ബൈ കോംപ്ലക്സ് നമ്പേഴ്സ്? കൺസിഡർ ദ ഇക്വേഷൻ x² + 1 = 0. നമ്മൾ സാധാരണ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു. ഇക്വേഷൻ എന്ന് പറയുന്നത് x² + 1 = 0. അപ്പോൾ x² + 1 = 0 എന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നറിയില്ലേ? അറിയാം. നമ്മൾ എന്താ ചെയ്യുക? x² = -1 എന്ന് എഴുതും. പിന്നെ നമുക്ക് ആരും വേണ്ടത് x² അല്ല, എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? x² = -1 എന്നാണ്. അപ്പോൾ വാല്യൂ ഓഫ് x = സ്ക്വയർ കളയാൻ വേണ്ടി നമ്മൾ എന്തെടുക്കും? √(-1) എന്ന് എടുക്കും അല്ലേ. അതപ്പോൾ എക്സിൻ്റെ വാല്യൂ = ±√(-1) എന്ന് കിട്ടി. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഒരു -1 എന്ന് കിട്ടി. ഈ -1 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ല. അപ്പം നമുക്ക് x² = -1 എന്ന് പറയുന്നതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളിവിടെ കൺസിഡർ ചെയ്ത് x² + 1 = 0 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് x² നമ്മൾ എന്ത് ചെയ്തു? -1 എന്ന് എഴുതി. അപ്പോൾ വാല്യൂ ഓഫ് x = നമ്മൾ എന്ത് ചെയ്യും? ±√(-1). ഈ പറഞ്ഞിട്ട് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ബട്ട് ദർ ഈസ് നോ റിയൽ നമ്പർ വിച്ച് സാറ്റിസ്ഫൈസ് x² = -1. x² -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിയൽ നമ്പറും ഇല്ല. In other words, we can say that there is no real numbers whose square is -1. നമുക്ക് സ്ക്വയേഴ്സ് എന്താണെന്ന് അറിയാം അല്ലേ. സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4² എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ. 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. അപ്പോൾ -1 കിട്ടുന്ന നമുക്ക് ഒരു സ്ക്വയറും ഇല്ല. -1 × -1 ചെയ്ത് എന്ത് കിട്ടും? 1 കിട്ടുമെന്ന് അറിയാം. പക്ഷേ -1നെ സ്ക്വയർ ആയിട്ട് കിട്ടുന്ന ഒരു നമ്പറും ഇല്ല. അപ്പോൾ in order to solve such equations, let us imagine that there exists a number I which equal to √(-1). അപ്പോൾ അങ്ങനത്തെ സൊല്യൂഷൻ ഇക്വേഷൻസിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ -1 ആൻസർ ആയിട്ട് വരണം, x = -1. അങ്ങനത്തെ കേസുകളിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനമാണ് എന്ത്? I എന്ന് പറയുന്നത്. അപ്പോൾ √(-1) = I. ഓക്കെ. In 1748, a great mathematician L.U.L. named a number I as lota, whose square is -1. This lota or I is defined as a imaginary unit. With the introduction of new symbol I, we can interpret the square root of negative numbers as a product of real numbers with I. Okay, അപ്പോൾ നമ്മൾ ഈ I എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോട്ട എന്ന് പറയുന്ന നമ്പറിനെ യൂണിയർ ആണ്
ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് 1748. അപ്പോൾ ഈ നമ്പർ എന്തിനു വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് -1 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് -2 ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് കാണാൻ പറയുകയാണെങ്കിൽ, നെഗറ്റീവ് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് കാണാൻ പറയുവാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ റിയൽ നമ്പറിനെ കൂടെ ഐയും കൂടെ വച്ചിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യും. ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -1. ഓക്കെ, സ്ക്വയർ ഈസ് -1. ഇനി നമ്മൾ പറയാൻ പോകുന്നത് therefore we can denote the solution as x equal to plus or minus I. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. -4 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കാം. -4. അപ്പോൾ -4 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? 4 into -1 ചെയ്യുന്നതാണ് എന്ത്? -4 എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -4 എന്ന് പറയുന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് -1 into 4 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -1 ഒരു സ്ക്വയർ റൂട്ട് ആക്കി വെക്കുക. പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താ പറയുക? 2 സ്ക്വയർ ആണ് അല്ലേ? അതിപ്പോൾ 2 സ്ക്വയർ നമ്മൾ എഴുതി. പിന്നെ -1ൻ്റെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചത്? I². അപ്പോൾ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തായി? 2I നൗ. ക്ലിയർ ആയോ? അതായത് ഇവിടെ നമുക്ക് ഏതൊരു നെഗറ്റീവ് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ടിനുള്ളിൽ തരുവാണെങ്കിൽ ആ നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് -4 എന്ന് പറയുന്ന നമ്പറാണ്. ഈ -4ൻ്റെ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോംപ്ലക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ -4 എന്ന് പറയുവാണെങ്കിൽ -1 into 4 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? -1 into 4 ഉണ്ട് അല്ലേ? അപ്പോൾ 4 നമ്മൾ എങ്ങനെ എഴുതി? സ്ക്വയർ റൂട്ട് ഓഫ് -1 into 4 എന്ന് എഴുതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണെന്നറിയാം? 2 ആണെന്നറിയാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? I ആണ്. അപ്പോൾ അതെന്തായി? -4 എന്നുള്ളത് എന്താവും? 2I നാവും. ഓക്കെ, അങ്ങനെ നമുക്ക് വേറൊരു കേസ് നോക്കാം. conveniently written as 2I. So we have -4 equal to 2I. ഇനി -7 തന്നു എന്ന് കരുതാം. -7. ഈ -7 നിങ്ങളോട് പറയാണ് എന്ത് ചെയ്യാൻ വേണ്ടി? മാറ്റാൻ വേണ്ടി. അപ്പോൾ -7 എന്ന് തന്നു. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 7 into -1. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 7 നമുക്കറിയോ? ഇല്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 7 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് 7 എന്ന് തന്നെ എഴുതാം. പക്ഷേ അതിൻ്റെ കൂടെയുള്ള മൈനസ് നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? I. അപ്പോൾ എന്താവും? സ്ക്വയർ റൂട്ട് ഓഫ് 7I എന്നാവും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിപ്പോൾ നോക്കേണ്ടുള്ളിൽ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, കോംപ്ലക്സ് നമ്പേഴ്സിനെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു, കോംപ്ലക്സ് നമ്പേഴ്സ് ഏതൊക്കെ ഒരു സ്ക്വയർ റൂട്ടിനുള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ വരുവാണെങ്കിലും അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. ഇപ്പോൾ -4 എന്ന് പറയുവാണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ എഴുതും? സ്ക്വയർ റൂട്ട് ഓഫ് -4. -4 എങ്ങനെ എഴുതാം? 4 into -1. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 4 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? 2 ആണ് അല്ലേ? പിന്നെ മൈനസ് ഉള്ളൂ -1. -1ൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത് പഠിച്ചത്? I എന്ന് പഠിച്ചു. അപ്പോൾ അതെന്ത് വരും? 2I. ഓക്കെ, അതിന് ശേഷം നമ്മൾ നോക്കിയത് സ്ക്വയർ റൂട്ട് ഓഫ് -7. ഈ 7 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 4നെ പോലെ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 7 നമ്മൾ മാറ്റി എഴുതി. 7 എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 7 into -1 എന്ന് എഴുതി. സ്ക്വയർ റൂട്ട് ഓഫ് 7 അതേപോലെ തന്നെ വെച്ചു. പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്നുള്ളതുണ്ടല്ലോ, ആ സ്ക്വയർ റൂട്ട് ഓഫ് -1ൻ്റെ അവിടെ നമ്മൾ I കൊടുത്തു. അപ്പം സ്ക്വയർ റൂട്ട് എന്ത്? -7 എന്നുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് 7I എന്നായി മാറി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു എക്സാമ്പിൾ ആണ്. നമുക്കിനി ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ളിൽ വെച്ചിട്ട് എങ്ങനെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൺസിഡർ അനദർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 6x + 13 = 0. ദിസ് ക്യാൻ ബി സോൾവ് ആസ് അണ്ടർ. നമുക്കിവിടെ തന്നിരിക്കുന്നത് x² - 6x + 13 = 0 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യും. -b + or -√b² - 4ac/2a എന്ന് പറഞ്ഞ് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് x - 3 all square + 4 = 0. നിങ്ങൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. അതായത് x - 3 the all square എന്നാണ്. അപ്പോൾ എന്താണ്? x² മൈനസ് പിന്നെ 2 into x into -3 -6x + 3² 9 9 + 4 ചെയ്ത് എന്തായി? 13. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x - 3 all square + 4 = x² - 6x + 13 തന്നെയാണ്.
അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എക്സ് മൈനസ് ത്രീ ഓൾ സ്ക്വയർ പ്ലസ് ഫോറിനാക്കി മാറ്റിയത്. അല്ലെങ്കിൽ അതിനെ വേറെ രീതിക്ക് എടുക്കാം. എക്സ് മൈനസ് ത്രീ ഓൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഫോർ എന്ന് കൊടുക്കാം. ആ -4 ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് അതെന്തായത് +4 ആയത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ് മൈനസ് ത്രീ ഓൾ സ്ക്വയർ ഈക്വൽ ടു -4 ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് മൈനസ് ത്രീ ഓൾ സ്ക്വയർ ആ സ്ക്വയർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു ഇപ്പുറത്തുള്ള -4ന് സ്ക്വയർ റൂട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -4. അപ്പോൾ എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് -4 അറിയാം. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് -4 എന്ന് പറയുവാണെങ്കിൽ -1 ഇൻറ്റു 4 എന്നാണ് അർത്ഥം. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുവാണെങ്കിൽ ഐ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുമ്പം 2 ആണ്. എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു +(-2i) എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എക്സാ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് മൈനസ് ത്രീൻ്റെ ഉള്ളിലുള്ള -3 ഇപ്പുറത്ത് 2iൻ്റെ സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാവും? എക്സ് ഈക്വൽ ടു 3 ± 2i. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1. നമുക്കത് സോൾവ് ചെയ്യാൻ അറിയില്ലായിരുന്നു. റൂട്ട് ഓഫ് നെഗറ്റീവ് വന്നിട്ട് ഏത് നമ്പർ വരുവാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരെ? കോംപ്ലക്സ് നമ്പേഴ്സിനെ. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് -1 ഈക്വൽ ടു ഐ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -3 നിങ്ങളോട് കാണാൻ പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ചെയ്യുക? ഒരു പേപ്പറും പേനും എടുത്തൊന്ന് ജസ്റ്റ് ചെയ്ത് സ്ക്വയർ റൂട്ട് ഓഫ് -3. അപ്പോൾ എങ്ങനെ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1 ഇൻറ്റു 3. അപ്പോൾ പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് -1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്ന് എഴുതാം അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 3 നമുക്ക് സോൾവ് ചെയ്യാൻ അറിയോ? ഇല്ല. സ്ക്വയർ റൂട്ട് ഓഫ് 3 അങ്ങനെ തന്നെ വെച്ചു. പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് -1 ഉണ്ട്. അതെന്തായി മാറും? സ്ക്വയർ റൂട്ട് ഓഫ് -1 ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ അതെന്തായി മാറും? 3i എന്നായിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3i എന്ന് കിട്ടും. അതേപോലെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് -4, സ്ക്വയർ റൂട്ട് ഓഫ് -7 അതൊക്കെ പറഞ്ഞത്. ഇനി അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏത് ഫോമിലുള്ള ഇക്വേഷൻസാണ്? എക്സ് സ്ക്വയർ മൈനസ് ax പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 13 ഈക്വൽ ടു 0 എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് അതിനെ ചെറുതാക്കി a പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് ആക്കി. അത് ചെയ്തപ്പോഴാണ് എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ, എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 നിന്ന് എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ അവിടെ വെച്ചിട്ട് ഈ പ്ലസ് 4 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി നമുക്ക് -4 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ -4 വന്നു കഴിഞ്ഞപ്പോൾ ഈ -4 നമുക്ക് എന്താക്കണം? കൺവേർട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു മൈനസ് വരുന്ന കേസുകളിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാനും സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ ഈക്വൽ ടു -4 എന്നാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? എക്സ് മൈനസ് 3 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -4 എന്ന് കൊടുക്കും. ഇപ്പോൾ എക്സ് മൈനസ് 3 ഈക്വൽ ടു -1 ഇൻറ്റു 4 എന്നാക്കും. ഓക്കെ, അപ്പോൾ -1 ഇൻറ്റു 4 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുവാണെങ്കിൽ ഐ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -4 എന്ന് പറയുന്നത് എന്തായി? 2i എന്നുള്ളതാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 3 ഈക്വൽ ടു 2i എന്ന് കിട്ടി. നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 3നെ മറ്റേ 2iൻ്റെ സൈഡിലേക്ക് കൊണ്ടു. അപ്പോൾ 3 പ്ലസ് 2i എന്നായി. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 പ്ലസ് 2i. അത് 3 ± 2i എന്നാവാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്തത്. അപ്പം ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, വി ഗെറ്റ് നമ്പേഴ്സ് ഓഫ് ദ ഫോം എക്സ് പ്ലസ് വൈ ഐ where x and y are real numbers and I equal to square root of -1. ഓക്കെ, നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഐ എന്നുണ്ടായിരിക്കും. എക്സും വൈയും എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഈ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പം കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന കാര്യമാണ് സ്ക്വയർ റൂട്ട് ഓഫ് -1 ഈക്വൽ ടു ഐ.
മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഏതൊരു റിയൽ നമ്പർ നമുക്ക് തരുവാണെങ്കിലും -1ൻ്റെ കൂടെ നമുക്ക് -4, -5, -11, -21 ഏത് നമ്പർ ആണെങ്കിലും അതിനെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് നമ്മൾ നോക്കി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് √-25 എന്ന് തന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതും? √25 ഇൻറ്റു -1 = -√25 എന്നല്ലേ? ഓക്കെ, അപ്പോൾ √25 നിങ്ങൾക്കറിയാം, √-1 നിങ്ങൾക്കറിയാം. √25 എന്താ വരിക? 5. √-1 എന്താ വരിക? I. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 5i എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ √-25 = എന്ത് കിട്ടി? 5i. ഓക്കെ, അപ്പോൾ √-1 = i ആണ്. അതൊരിക്കലും മറന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് √-1 = i എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, any number which can be expressed in the form a plus bi where a and b are real numbers and I equal to √-1 is called a complex number. അപ്പോൾ what is mean by complex numbers എന്ന് ചോദിക്കുവാണെങ്കിൽ a number which can be expressed in the form a plus bi and എയും ബിയും പറയുന്നതാണ് റിയൽ നമ്പേഴ്സ് ആണ്. അതിൻ്റെ കൂടെ i എന്ന് പറയുന്നത് എന്താണ്? √-1 ആണ്. ഓക്കെ, a complex number is generally denoted by the letter z ആണ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ z ആണ്. √-1 = i ആണ്. പിന്നെ a plus bi എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. അതിൻ്റെ വാല്യൂ =√-1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് z = a plus bi. a is called as the real part of the set and is written as ആ റിയൽ പാർട്ടിൻ്റെ ആണ് നമ്മൾ RE of a plus bi എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് z ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൻ ആസ് IMG of a plus bi. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തരുവാണ് z = അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? z = a plus bi എന്ന് പറയുന്നത്. അങ്ങനെ z = a plus bi പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ a എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റിയൽ പാർട്ടാണ്. അതുപോലെ തന്നെ i വെച്ച് വരുന്ന പാർട്ട് നമ്മൾ എന്താ? ഇമാജിനറി പാർട്ട്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ഈ i എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നെഗറ്റീവ് നമ്പേഴ്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ലേ? അതെന്താണ്? ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ്. അതൊരു ഇമാജിനറി കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ bi എന്ന് പറയുന്നതിന് എന്ത് പറയുന്നത്? ഇമാജിനറി നമ്പർ. ഇനിയിപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? a plus bi. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? a എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് a plus bi എന്ന് പറഞ്ഞു. ഇനി bi എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് a plus bi എന്ന് പറഞ്ഞു. ഇനി ഈ bi എന്ന് പറയുന്നത് ശരിക്കും രണ്ടാമത്തെ ടേമിൽ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഫസ്റ്റ് ടേമിലായിരിക്കാം. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയാം. ci plus d എന്ന് തന്നൊന്ന് കരുതാം. അപ്പോൾ ci plus d. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇമാജിനറി പാർട്ട് ഏതായിരിക്കും? ci അല്ലേ? i വരുന്ന ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ b എന്ന് പറയുന്നതിൻ്റെ കൂടെ i ഇല്ല. അപ്പോൾ b എന്ന് പറയുന്നത് എന്തായി? അതിൻ്റെ റിയൽ പാർട്ടായി. ഓക്കെ, i ഏത് ടേമിൻ്റെ കൂടെയാണോ വരുന്നത് ആ ടേമിന് നമ്മൾ എന്തെന്ന് പറയും? ഇമാജിനറി പാർട്ട് എന്ന് പറയും. i ഇല്ലാത്ത ടേമിനെ നമ്മൾ എന്ത് പറയും? അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയും. ഓക്കെ, അതാണ് ഇമാജിനറി പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മറ്റേന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, if a = 0 and b not equal to 0, then the complex number become bi, which is purely a imaginary complex number. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് a plus bi എന്ന ഫോമിൽ തരുവാണെങ്കിൽ a എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടാണ്, bi എന്ന് പറയുന്നത് അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ തന്നേക്കുന്നതിൻ്റെ ഉള്ളിൽ a എന്ന് പറയുന്ന പാർട്ടില്ലേ, എക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരാ? നമുക്ക് ആകുള്ളത് bi ആണ് അല്ലേ? അപ്പോൾ bi നെ നമ്മൾ എന്ത് പറയും? അതിൻ്റെ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഇമാജിനറി പാർട്ട് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ചില ഇക്വേഷനിൽ നമുക്ക് ഇമാജിനറി പാർട്ട് മാത്രമായിരിക്കും തന്നിരിക്കുന്നത്, ചിലതിൻ്റെ ഉള്ളിൽ റിയൽ പാർട്ടും തരാം. ഇനി റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് അങ്ങനെയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ci plus d എന്നും നമുക്ക് ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ a plus bi എന്ന് നമ്മൾ എഴുതി. അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ci plus d എന്നും എഴുതാം. അപ്പോൾ ci plus d ൻ്റെ ഉള്ളിൽ ഇമാജിനറി പാർട്ട് ഏതാ? ci ആയിരിക്കും. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ di. ഇനിയിപ്പം നമ്മൾ d ഇവിടെ തന്നിരിക്കുന്നത് 0 ആണെന്ന് വിചാരിക്കാം. d 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ ഇക്വേഷൻ്റെ ഉള്ളിൽ റിയൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോറി, നമുക്ക് ആ ഇക്വേഷനിൽ ഇമാജിനറി പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. റിയൽ പാർട്ട് എന്താവും? 0 ആയി പോകും. ഓക്കെ, അതാണ്
എന്താണ് റിയൽ പാർട്ട് ഓഫ് ആൻ എ കോംപ്ലക്സ് നമ്പർ, എന്താണ് ഇമാജിനറി പാർട്ട് ഓഫ് ആൻ എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് -7i, 1/2i, square root of 3i and pi I are examples of purely imaginary numbers. അതായത് ഇതിൻ്റെ കൂടെ ഒന്നും റിയൽ നമ്പേഴ്സ് ഇല്ല. റിയൽ നമ്പേഴ്സ് ഇല്ലാതെ ഇമാജിനറി നമ്പേഴ്സ് മാത്രം എഴുതിയ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന -7i അല്ലെങ്കിൽ 1/2i അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3i അല്ലെങ്കിൽ pi I എന്നൊക്കെ പറയുന്നത്. ഓക്കെ, if a not equal to 0 and b equal to 0 then the complex number become a which is a real number only. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഉള്ളിൽ നമ്മൾ റിയൽ പാർട്ടിനെയാണ് എന്ത് ചെയ്തത്, 0 കൊടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്വേഷനുള്ളിൽ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ എന്ന്. ഇനി ബി ഐ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ബിക്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനുള്ളിൽ എന്താ ഇമാജിനറി പാർട്ട് മൊത്തത്തിൽ 0 ആയി പോകും. പിന്നെ ഇക്വേഷനിൽ ആകെ ആരുണ്ടാവുള്ളൂ, റിയൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 5 അല്ലെങ്കിൽ √7, 2.5 അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന റിയൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, ഇമാജിനറി നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇമാജിനറി നമ്പേഴ്സ് പറയുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ കൂടെ ആരുണ്ടാവും, ഐ എന്ന് പറയുന്ന നമ്മുടെ ഇമാജിനറി നമ്പർ ഉണ്ടായിരിക്കും. ഇനി റിയൽ പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഐൻ്റെ ടേംസ് ഒന്നും ഉണ്ടാവില്ല. സാധാ നമ്മുടെ റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഒരു റിയൽ പാർട്ട് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. If a equal to 0 and b equal to 0 then the complex number become 0. Hence the real number are particularly called as complex number. Okay, a പാർട്ടും 0 ആണ്, ബി പാർട്ടും 0 ആണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ റിയൽ പാർട്ടും ഇല്ല, ഇമാജിനറി പാർട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പറഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് ഏതൊക്കെ കേസിലാണ് വരുന്നത് നമ്മൾ നോക്കി. അങ്ങനത്തെ നമ്പേഴ്സ് വരുന്ന കേസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഒരു x² = -1 എന്ന് തന്നു. അപ്പോൾ x² = -1 തരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല, മൈനസ് വെച്ച് വരുമ്പം അല്ലേ, നെഗറ്റീവ് ഇപ്പോൾ സ്ക്വയർ റൂട്ടിൽ വന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെ കേസുകൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്ക്വയർ റൂട്ട് ഓഫ് -1 നമ്മൾ ഐ എന്ന് വിളിക്കും. എന്നിട്ട് ആ ഐ വെച്ച് നമ്മൾ ആ ഐ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പാർട്ടാണ്. ഈ ഐ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ നമ്മളൊരു എക്സാമ്പിൾ നോക്കി. അതായത് ഇപ്പം -4 എന്ന് തന്നു. -4നെ സോൾവ് ചെയ്യാൻ പറഞ്ഞു. സ്ക്വയർ റൂട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -1 × 4, -1 × 4 അല്ലേ -4, അങ്ങനെ സ്ക്വയർ റൂട്ട് ആക്കി എഴുതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം, 2 ആണെന്ന് അറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുമ്പോൾ എന്താണ്, ഐ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി, 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്നുള്ളത് 2 ആയി. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്നുള്ളത് എന്താവും, ഐ എന്നാവും. അപ്പോൾ ആൻസർ എന്താവും, സ്ക്വയർ റൂട്ട് ഓഫ് -4 = 2i എന്നായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു ഒരു എക്സാമ്പിൾ. അതിന് ശേഷം നമ്മൾ -7ൻ്റെ കേസ് പറയാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -7 വേണം. -7 എന്ന് പറയുവാണെങ്കിൽ എന്താണ്, -1 × 7 ആണ്. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് 7 അറിയില്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 7 അങ്ങനെ തന്നെ വെച്ചു. സ്ക്വയർ റൂട്ട് ഓഫ് -1 നമുക്കറിയാം, എന്താ, നമ്മുടെ ഇമാജിനറി പാർട്ടായിട്ടുള്ള ഐ. അപ്പോൾ എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് 7i എന്ന് വരും എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ശേഷം അതിന് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ളിലാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് നമ്മൾ നോക്കി. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ളിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു. അതായത് x² - 6x + 13 = 0 എന്ന്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്യും. ഇതിപ്പോൾ തന്നിരിക്കുന്നത് x² + ax + b = 0 എന്നുള്ള ഫോം ആണെങ്കിൽ നമ്മൾ അതിനെ a + b ² എന്നുള്ള ഫോമിലേക്ക് ആക്കി. അതാണ് x - 3 ² എന്നുള്ളത്. ഇവിടെ a + b അല്ല, a - b ². അപ്പോൾ x - 3 ² + 4 = 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, x - 3 ² = നമുക്കൊരു +4 ഉണ്ട്, അത് ഈക്വൽ ഇപ്പുറത്തോട്ട് പോയപ്പോൾ എന്തായി, -4 ആയി. അപ്പോൾ x - 3 ² = -4 എന്നായി. നമുക്ക് ഈ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, x - 3 = സ്ക്വയർ റൂട്ട് ഓഫ് -4. അപ്പോൾ x - 3 = നമുക്ക് എന്താ അറിയാം, 2i ആണെന്നറിയാം. അപ്പോൾ x = 2i + 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, x = 2i + 3. അപ്പോൾ ഒരു സ്ഥലത്ത് 2i ഉണ്ട്, മറ്റേ സ്ഥലത്ത് എന്താണ്, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2i വരുന്ന ആ പാർട്ടിനെ നമ്മൾ പറയുന്നതാണ് ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ. ഏതെങ്കിലും ഒരു റിയൽ നമ്പറിൻ്റെ കൂടെ കോംപ്ലക്സ് നമ്പർ ഐയും കൂടെ വരുവാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഇമാജിനറി പാർട്ട്. അതിന് നമ്മൾ IMA ഓഫ് എന്ത് കൊടുത്തു, കോംപ്ലക്സ് നമ്പേഴ്സ് കൊടുത്തു.
ഇനി അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ 3 ഇല്ലേ, ആ 3 വരുന്ന പാർട്ടിനെ നമ്മൾ എന്ത് പറയാം, അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു. അതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചിലപ്പോൾ 0 ആകാം. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, അതൊരു പെർട്ടിക്കുലർ കേസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് തന്നെ എടുക്കും. 0യും കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ളിൽ നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്ന് എന്തിൻ്റെ ബേസിസിലായിരുന്നു, എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് a plus bi where a and b are real numbers and I equal to square root of -1 നമ്മൾ എന്തെന്ന് പറയുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് a plus bi എന്ന് പറയുന്ന ഫോമിലായിരിക്കും. അതിനുള്ളിൽ a എന്ന് പറയുന്നത് നമ്മുടെ റിയൽ നമ്പർ ആയിരിക്കും, bi എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഒന്ന് നമ്മുടെ റിയൽ നമ്പർ, മറ്റേ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടായിരിക്കും. അപ്പോൾ a പ്ലസ് ബി ഐ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. ഐ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, -1 ആയിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് -1, അങ്ങനത്തെ സ്ക്വയർ റൂട്ട് ഓഫ് -1 നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, നമ്മൾ ഇമാജിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ -1 എന്ന് പറയുന്നത്. എന്തിൻ്റെ വാല്യൂന്, ഐ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു a പ്ലസ് ബി ഐ എന്നുണ്ടാവാം. എ എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടാണ്. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന a പ്ലസ് ബി ഐൻ്റെ ഉള്ളിൽ എ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൻ്റെ റിയൽ പാർട്ടാണ്. ഇനി ബി ഐ എന്ന് പറയുന്നത് അതിൻ്റെ ഏതാണ്, ഇമാജിനറി പാർട്ടാണ്. ബി ഐ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന a പ്ലസ് ബി ഐയുടെ ഇമാജിനറി പാർട്ടാണ്. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ റിയൽ പാർട്ടാണ്. അപ്പോൾ റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണ്, പിന്നെ ഐ എന്ന് പറയുന്ന ഏത് നമ്പറിനെ കൊടുക്കുന്ന സ്ക്വയർ റൂട്ട് ഓഫ് -1. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 എക്സാമ്പിൾസ് നോക്കാം. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ച് സോൾവ് ചെയ്യുന്നതിന്. സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദ ഫോളോവിങ് യൂസിങ് ഐ. നമ്മൾ ഐ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്നതിന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -36 ആണ്. അപ്പോൾ സാധാരണ നമുക്കൊക്കെ സ്ക്വയർ റൂട്ട് ഓഫ് -1ഓ 2ഓ ഏത് നമ്പർ കിട്ടുവാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -36 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സ്ക്വയർ റൂട്ട് ഓഫ് -36 എങ്ങനെയാണ് വരുന്നത് ആദ്യം നോക്കാം. എന്നാൽ -36 എന്ന് പറഞ്ഞാൽ എന്താണ്, 36 ഇൻറ്റു -1 അല്ലേ. 36 ഇൻറ്റു -1 ചെയ്യുമ്പോഴാണ് -36 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ റൂട്ട് ഓഫ് 36 അതിൻ്റെ കൂടെ സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്താണ്, 6 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്താണ്, ഐ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -36 ഈക്വൽ ടു എന്ത് കിട്ടും, 6i എന്ന്. ക്ലിയർ അല്ലേ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്നാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25ഉം സ്ക്വയർ റൂട്ട് ഓഫ് 4ഉം കാണാൻ അതിനെന്ത് ചെയ്താൽ മതി, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 ചെയ്യാൻ അറിയില്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുമ്പോൾ എന്താ വരിക, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ 5 ആണ് അല്ലേ. 5 ഇൻറ്റു 5 എന്താണ് 25 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് -4ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ ഓൾറെഡി കണ്ടു വെച്ചതാണ് അല്ലേ. എങ്ങനെയാണ് വരിക, സ്ക്വയർ റൂട്ട് ഓഫ് -4 ഈക്വൽ ടു 4 ഇൻറ്റു -1. അപ്പോൾ 4 ഇൻറ്റു -1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക അവിടെ, സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് എന്ത് കിട്ടും, 2 ആണെന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഐ ആണെന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, സ്ക്വയർ റൂട്ട് ഓഫ് -4 ഈക്വൽ ടു 2i. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 -4 ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും, 5 ഇൻറ്റു 2i. അപ്പോൾ 5 ഇൻറ്റു 2 എന്താണ്, 10 ആണ്. നമുക്ക് ആൻസർ എന്തായിട്ട് കിട്ടും, 10i എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെയ്ത സെക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചെയ്ത സെക്ഷൻസിനുള്ളിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്തത് എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു, എന്താണ് അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു, എന്താണ് അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, സ്ക്വയർ റൂട്ട് ഓഫ് -1നെ നമ്മൾ എന്തായിട്ട് എടുക്കുക, ഐ ആയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസും ചെയ്ത് നോക്കി. ഇനി എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ ഒരു സെക്ഷനും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 തന്നു എന്ന് വിചാരിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം, നമുക്കറിയാം എന്താ, 9 ഇൻറ്റു 9 ആണ് എന്ത്, 81 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി,
9 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് -81 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക, -81 കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, -1 × 81. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് 81 നമ്മളോട് കാണാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പോൾ 81 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാം, 9 × 9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നത്, 81. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടാണ്. നമുക്ക് എന്ത് കിട്ടി, 9 എന്ന് കിട്ടി. ഓക്കെ, അത് നമുക്ക് സംശയമില്ല. നമുക്ക് വേണ്ട എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് -81. സ്ക്വയർ റൂട്ട് ഓഫ് -81 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, -81 എങ്ങനെ കിട്ടും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -81 എന്ന് പറയുമ്പോൾ ആദ്യം -81 എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കുകയാണ്. അപ്പം -1 × 81 ചെയ്താലാണ് എന്ത് കിട്ടുക, -81 കിട്ടുക. ഓക്കെ, -1 × 81 ചെയ്യുമ്പോഴാണ് -81 കിട്ടുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -1 × 81 ചെയ്യണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 നമുക്ക് അറിയേണ്ടതാണ് 9 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -1 കൂടെ കിട്ടിയാൽ പോരെ. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്താ വരിക, i. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 81i എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് നമ്പേഴ്സ് നെഗറ്റീവ് വരുന്ന നമ്പേഴ്സ് കിട്ടുവാണെങ്കിലും നമുക്ക് അതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഇതിലൂടെ പഠിച്ചു. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം നമ്മൾ പഠിച്ചു. അതിൽ i എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിനറി നമ്പറായിട്ട് അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് i. ഓക്കെ, പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് i. വി നോ ദാറ്റ് i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, -1 ആണ്. i സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ i ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മീൻസ് i സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു -1 ആണ്. അത് സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, i എന്ന് പറയുന്നത്. അപ്പം i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക, -1 ആയിരിക്കും. അപ്പം i ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, i സ്ക്വയർ × i ആണ് അല്ല. i സ്ക്വയർ കൂടെ ഒരു ഐയും കൂടെ വരുമ്പോഴാണ് എന്താവുന്നത്, i ക്യൂബ് ആവുന്നത്. അപ്പോൾ i സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചാൽ -1 × i. -1 × i എന്ന് പറയുമ്പോൾ എന്ത് വരും, -i. 1i -i എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. i സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, -1, i ക്യൂബ് എന്ന് പറയുമ്പോൾ -i, ഇനി i⁴ എന്ന് വിചാരിക്കാം. അപ്പം എന്ത് പറയാം, i സ്ക്വയർ നമുക്കറിയാം, അതിനോട് ഒരു സ്ക്വയറും കൂടെ എടുത്താൽ പോരാ. അപ്പോൾ i സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, -1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ -1 × -1 എന്തായി, വെറും 1 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 തന്നെ കിട്ടി. ഇനി i⁻⁵ നമ്മൾ 5 എടുത്തൊന്ന് വിചാരിക്കുക. i⁻5 ആണെങ്കിലോ, i⁻4 × i. i⁻4 എന്താ പറഞ്ഞത്, 1 ആണ്. 1 × i എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വരും, i വരും. അപ്പം ഒരു കാര്യം ഓർക്കുക, ഇപ്പം നമുക്ക് i-ൻ്റെ പവേഴ്സ് ബൈ ഹാർട്ട് ആക്കണമെങ്കിൽ i⁻4 മുതലുള്ളത് ഓർക്കുക. i⁻4 എന്ന് പറയുകയാണെങ്കിൽ 1 കിട്ടുന്നത്. i-ന് 4 പ്രാവശ്യം 4 i-കൾ വന്നാലാണ് എന്ത് കിട്ടുന്നത്, 1 വരുന്നത്. അപ്പം i⁻4 1. i⁻5 എന്ന് പറയുന്നത് എന്ത് വരും, i. i⁻5 എന്ന് പറയുമ്പം i. ഇനി i⁻6 എന്ന് പറയുമ്പോൾ എന്താ വരിക, -1. i⁻7 എന്ന് പറയുമ്പോഴോ -i. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, 1i -1 -i, 1i -1 -i, 4 5 6 7. ഇതേ ഓർഡറിലായിരിക്കും ഇനി അത് റിപ്പീറ്റ് ചെയ്ത് പോവാം. 4 5 6 7, പിന്നെ 8 വരുമ്പോൾ പിന്നെ അത് എന്താവും, i ആവും. അങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് എവിടേക്ക് വന്നാലും i-ൻ്റെ പവേഴ്സിനനുസരിച്ചിട്ട് i-ൻ്റെ വാല്യൂ എന്തായിക്കൊണ്ടേയിരിക്കും, 1 ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 4i⁻4 1, i⁻5 എന്ത് വരും, i. i⁻6 -1, i⁻7 -i. അങ്ങനെ ഓർത്തുക, 1i -1 -i. ഒരു പാട്ടിന് ട്യൂൺ പോലെ ഓർത്ത് വെച്ചാൽ മതി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് വന്ന് തെറ്റിപ്പോകുന്ന കാര്യം. അപ്പോൾ i⁻4 മുതൽ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. i⁻4 എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിൽ i⁻4, i⁻8, i⁻12, i⁻16, i⁻20, i⁻24, i⁻28, i⁻36 ഏത് വരുവാണെങ്കിലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 1. ഓക്കെ, അപ്പോൾ അതിന് തൊട്ടടുത്ത i⁻5 ആയിരിക്കാം, അല്ലെങ്കിൽ i⁻9 ആയിരിക്കാം, i⁻13 ആയിരിക്കാം, i⁻17 ആയിരിക്കാം. ഏത് വരുവാണെങ്കിലും നമുക്ക് പവർ എന്തായിരിക്കും കിട്ടുക, i. അടുത്തത് i. അപ്പം 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നെങ്കിൽ എന്ത് വരുന്നു, 1. അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യുവാണെങ്കിൽ i ആയി. അതിനോട് 2 വാല്യൂസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ
-1 ആയി, ഒന്നും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ -i ആയി. 1i - 1 - i, 1i - 1 - i. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തത്. നമുക്ക് i⁻²എടുത്തു, i⁻³ എടുത്തു, i⁻4, i⁻5, i⁻6, i⁻7, i⁻8. അപ്പോൾ ഈ തന്നേക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ തന്നെ കാണാം i⁻4ൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ i⁻8ൻ്റെ ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടുന്നത് എന്താണ്? 1 എന്നാണ്. ഓക്കെ, thus we find that any higher power of i can be expressed in the term of one of the four values i -1, i -i, 1. അത് പറയുമ്പോൾ ഒരു ഓർഡർ സുഖമില്ല. 1i - 1 - i. 1 വരുന്ന ഏത് കേസിലാണ്? i⁻4ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിലും. ഇനി 4ൻ്റെ മൾട്ടിപ്പിൾസ് കൂടെ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതെന്താവും? i വരും. ഓക്കെ, ഇനി 4ൻ്റെ മൾട്ടിപ്പിൾസ് കൂടെ 2 ആഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ i⁻6 ഒക്കെ വരുവാണെങ്കിൽ എന്താ വരാം? -1 വന്നു. അതിൻ്റെ കൂടെ 3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ -i. അപ്പോൾ 1i - 1 - i, 1i - 1 - i. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. If n is a positive integer such that n greater than 4, then to find i⁻n we divide n by 4. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് i⁻17 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 17 നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 4 ചെയ്തു. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പം 4 × 4 16. നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 1 വന്നു. റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ 16ൻ്റെ കൂടെ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്താണ്. 16 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരുന്നു. അപ്പോൾ i⁻16 ആയിരുന്നെങ്കിൽ അത് 1 ആവുമായിരുന്നു. അപ്പോൾ i⁻17 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം അതിനെ? വാല്യൂ എന്തായിരിക്കും? i ആയിരിക്കും. ഓക്കെ, അപ്പോൾ then m be the quotient and r be the remainder, then n equal to 4m plus r, where 0 less than or equal to r less than 4 എന്ന് പറയും. അപ്പോൾ i⁻n എന്ന് പറയുവാണെങ്കിൽ i⁻4m plus r എന്ന് പറയാം. അപ്പോൾ i⁻4m into i⁻r. അപ്പോൾ i⁻4 into m into i⁻r എന്ന് എഴുതി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? i⁻4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 4m. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 4m എന്ന് ഉദ്ദേശിച്ചാൽ അല്ലേ? അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ 4, 8, 12, 16, 20, 24 അങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിൽ അതിൻ്റെ പവേഴ്സ് ആയിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതാ വരിക? 1 ആണ് വരിക. പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളത് i⁻r ആണ്. i⁻r ഏതാന്ന് നോക്കുക, അതിനനുസരിച്ച് സൈൻ കൊടുക്കുക. Okay, but not for any real numbers a and b, root a into root b is equal to root of ab is truly only when at least one of a and b is either 0 or positive. Okay, if fact square root of minus a into square root of minus b എന്ന് വന്നത് കേട്ടാ. അപ്പോൾ square root of minus a into square root of minus b നമുക്ക് എന്ത് പറയാം? square root of ai plus square root of bi. അപ്പോൾ അവിടെ 2 പ്രാവശ്യം i വരുന്നുണ്ട് അല്ലേ? നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് -a ഇൻറ്റു -b ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് a ഇൻറ്റു b ഇൻറ്റു a ഇൻറ്റു b ഇൻറ്റു i ഇൻറ്റു i ഉണ്ട്. എന്തായി? i സ്ക്വയർ ആയി. i സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ പറയാം? -1. അപ്പോൾ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ab, where a and b are positive real numbers. ഓക്കെ, അപ്പോൾ ഈ ചെയ്തതിൻ്റെ ഉള്ളിൽ നമ്മൾ ആകെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തന്നേക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -a ഇൻറ്റു -b ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് -4 ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ മാറ്റി എഴുതി. അപ്പോൾ 2i നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? സ്ക്വയർ റൂട്ട് ഓഫ് ai അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് b എന്ന് പറയുവാണെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് bi എന്ന് എഴുതി. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് ai ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് bi എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് a ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് b ആദ്യം ചെയ്യും. i ഇൻറ്റു i എന്നുണ്ട് നമുക്ക്. ആ iന് നമ്മൾ എന്ത് ചെയ്തു? i സ്ക്വയർ ആക്കിയിട്ട് എഴുതി. i സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുക്കും? എന്നിട്ട് -1 ആയിട്ട് എഴുതും. അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന 1 എന്ന് എന്താണ്? -1 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടായിട്ടൊരു ചെറിയ സെക്ഷൻ പറയാം. അതായത് ഫോർ എനി 2 റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി, നമുക്ക് ഏതൊക്കെ ഒരു റിയൽ നമ്പേഴ്സ് എയും ബിയും തരുവാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ആണ്. ഈസ് ട്രൂ ഓൺലി വെൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഇൻ ഫാക്ട് സ്ക്വയർ റൂട്ട് ഓഫ് -a ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് -b, നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? കുറേ നമ്പേഴ്സ് വെച്ചിട്ടുള്ളത് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി അതുപോലെ നമ്മളിപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -a ഇൻറ്റു -b ചെയ്യുകയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ വരുന്നതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മൈനസ് എ ആണ്. മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു മൈനസ് 1. അപ്പോൾ എങ്ങനെ പറയാം? സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ തന്നെയായിരിക്കും. പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 1 നമുക്ക് എന്ത് എഴുതാം? ഐ ആയിട്ട് എഴുതാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ ഐ എന്ന് പറയും. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ബി എന്ന് പറയുന്നത് എന്തായി മാറും? സ്ക്വയർ റൂട്ട് ഓഫ് ബി ഐ ആയിട്ട് മാറും. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി. പിന്നെ ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് എന്തായി? ഐ സ്ക്വയറിനായി മാറും. ഓക്കെ, അപ്പോൾ ഐ സ്ക്വയർ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി എന്ന് വരും. ഐ സ്ക്വയർ എന്ന് പറയുന്നതിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എന്താണ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ? -1 ആയിരിക്കും. അപ്പം മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി, വേർ എ ആൻഡ് ബി ആർ ടു പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ബേസ് ആയിട്ട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്താ നമ്മൾ പറഞ്ഞു. കോംപ്ലക്സ് നമ്പേഴ്സിനുള്ളിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് 1, I, -1, -i. ഈ 4 നമ്പേഴ്സ് ആയിരിക്കും ഏത് വാല്യൂ ഓഫ് പവേഴ്സ് നമ്മൾ ഐക്ക് കൊടുക്കുകയാണെങ്കിലും വരിക. 1 വരാം, I വരാം, -1 വരാം, -i. 1 വരുന്നത് ഏത് കേസിലാണ്? I⁴. പവർ 4 ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിൽ നമുക്ക് അതെന്തായിട്ട് വരും? 5. ഇനി പവർ 5 ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം 9 ആയിരിക്കാം, അല്ലെങ്കിൽ 13 ആയിരിക്കാം, 17 ആയിരിക്കാം, 21 ആയിരിക്കാം. ഈ നമ്പേഴ്സൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾസിനെ കൂടെ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പറയുമ്പോൾ അതിൻ്റെ വാല്യൂ I⁵5 അല്ലെങ്കിൽ I⁵9 അല്ലെങ്കിൽ I⁵13 അല്ലെങ്കിൽ I⁵17 അല്ലെങ്കിൽ I⁵21 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? I തന്നെയായിരിക്കും. ഓക്കെ, I എന്ന് പറയുന്ന നമ്പർ തന്നെയായിരിക്കും കിട്ടുക. ഇനി നമ്മൾ നോക്കുന്നത് I⁵6 അല്ലെങ്കിൽ I⁵10 അല്ലെങ്കിൽ I⁵14 അല്ലെങ്കിൽ I⁵18 അല്ലെങ്കിൽ I⁵22 അങ്ങനെയൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് പറയും? നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പവറായിട്ട് ഈ നമ്പേഴ്സൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, നമ്മൾ 1 വരുന്ന കേസ് പറഞ്ഞു, I വരുന്ന കേസ് പറഞ്ഞു, -1ൻ്റെ കേസ് പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഏതാണ്? -i എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വേറെ ഏത് സെറ്റ് നമ്പേഴ്സ് വരുവാണെങ്കിൽ -i എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 1i -1 -i, 1i -1 -i. 1 വരുന്നത് എപ്പോഴും നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ പവർ 4 അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതിൻ്റെ കൂടെ ഒരു 4നോട് +1 പവേഴ്സ് ഒരെണ്ണം കൂടി വരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? I. പവേഴ്സ് 2 കൂടി വരുവാണെങ്കിൽ -1, 3 കൂടി വരുവാണെങ്കിൽ -i. അത് നമ്മളിവിടെ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ അതിനെ എയും ബിയും വെച്ചിട്ടൊരു എക്സാമ്പിളായിട്ട് കണ്ടു. സ്ക്വയർ റൂട്ട് ഓഫ് -a ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് -b എന്നുള്ള ഫോമിൽ, അതായത് I ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് a ഇൻറ്റു I സ്ക്വയർ റൂട്ട് ഓഫ് b എന്ന് പറഞ്ഞു. അപ്പോൾ I ഇൻറ്റു I സ്ക്വയർ റൂട്ട് ഓഫ് ab എന്ന് കിട്ടി. നമ്മൾ പറഞ്ഞ I സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ -1 ആണ്. -1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ab. അതിനകത്ത് എയും ബി എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടാണല്ലോ ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആക്കി -1ഉം I ഒക്കെ വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ എയും ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. വളരെ എളുപ്പമുള്ള പോർഷൻ, ഒത്തിരി പാടൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ആകെ ഇതിനുള്ളിൽ ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ -1 ഒക്കെ വരുന്ന കേസുകളില്ല, ഈ -1നെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇമാജിനറി ആയിട്ടുള്ള ഈ ഐനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്നാ എക്സാമ്പിൾ 8.2 നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 + I⁻10 + I⁻20 + I⁻30. ഓക്കെ, നമുക്ക് കാണേണ്ടത് വാല്യൂ ഓഫ് 1 + I⁻10 + I⁻20 + I⁻30ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 1 നമുക്കുണ്ട്, 1 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, 1 അവിടെ തന്നെ വെച്ചു. I⁻10 എന്ന് പറഞ്ഞാൽ എന്താണ്? I ഇൻറ്റു അങ്ങനെ 10 ടൈംസ്. അപ്പം അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു I⁻10 നമുക്ക് കിട്ടി അല്ലേ? I⁻10ൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ I⁻10 എന്ന് പറയുമ്പം I⁻4 എന്താണ്? 1 ആണ്.
ഐ റേസ് ടു 8 എന്താണ് 1 ആണ്. 8ന്റെ കൂടെ 2 എണ്ണം കൂട്ടിയെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഐ റേസ് ടു 8 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഐ റേസ് ടു 9 എന്ന് പറയുന്നത് എന്താണ് ഐ തന്നെയായിരിക്കും. അങ്ങനെ ഐ റേസ് ടു 10 എന്ന് പറയുമ്പോൾ എന്തായി -1. അപ്പോൾ ഐ റേസ് ടു 10 അവിടെ നമുക്ക് എന്ത് കൊടുക്കാം -1 എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. നമ്മൾ ലോജിക്കലി ആലോചിച്ചെടുക്കുന്ന എളുപ്പം. പക്ഷേ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ടൊക്കെ എടുക്കുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡും പറയാം. ഐ റേസ് ടു 2 ഓൾ റേസ് ടു 5. നമുക്ക് ഐ റേസ് ടു 2ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഓൾ റേസ് ടു 5 എടുത്താലും മതി. അപ്പോൾ ഐ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക -1. ഓൾ റേസ് ടു 5 എടുത്താലും എന്താ വരിക -1 തന്നെ. ഇനി ഐ റേസ് ടു 20 എന്ന് പറയുമ്പോൾ ഐ റേസ് ടു 2 ഓൾ റേസ് ടു 20 എന്ന് എടുക്കാം. അപ്പോൾ ഐ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 റേസ് ടു 20 എന്ന് പറയുമ്പോൾ ഈവൻ നമ്പേഴ്സ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഐ റേസ് ടു 20 എന്ന് പറയുമ്പോൾ 20 എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും ഐ റേസ് ടു 20 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും 1 ആയിട്ട് കിട്ടും. അങ്ങനെ ആലോചിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പം എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഐ റേസ് ടു 30 ആണ്. ഐ റേസ് ടു 30 എന്ന് പറയുമ്പം ഐ റേസ് ടു 3 × 10 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഐ റേസ് ടു 3 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ വരുന്നത് ഐ റേസ് ടു നിങ്ങൾക്ക് 3 × 10 എന്ന് പറയാം. ഇവിടെ എല്ലാം നമ്മൾ 2ന്റെ പവേഴ്സ് ആയിട്ടാണ് ബോർഡുമേ കാണുന്നത്. നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ ഐ റേസ് ടു 2 × 15 കൊടുക്കാം. അപ്പോൾ ഐ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 15. -1 റേസ് ടു 15 എന്ന് പറയുമ്പോൾ 15 ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് എന്ത് വരും നമുക്ക് ആൻസർ ആയിട്ട് -1 തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 + -1 + 1 + -1 ഇതെല്ലാം അങ്ങോട്ട് ക്യാൻസൽ ആയി പോയില്ലേ. ഇപ്പം നമുക്ക് ആൻസറിലുണ്ടാവുക 0. അപ്പോൾ തസ് 1 + ഐ റേസ് ടു 10 + ഐ റേസ് ടു 20 + ഐ റേസ് ടു 30 = 0 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾക്ക് എക്സാമിന് വരും. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 1 + ഐ റേസ് ടു 10 + ഐ റേസ് ടു 20 + ഐ റേസ് ടു 30 എന്നാണ്. ക്ലിയർ ആണല്ലോ. 1നെ നമുക്കൊന്നും ചെയ്യാനില്ല. 1 അങ്ങനെ തന്നെ വെച്ചു. നെക്സ്റ്റ് ടേം ഐ റേസ് ടു 10 ആണ്. ഐ റേസ് ടു 10 കാണണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 10നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വേറെ ഏതെങ്കിലും പവേഴ്സ് ആയിട്ട് മാറ്റി എഴുതാം. അങ്ങനെയാണ് ഇവിടെ സോൾവ് ചെയ്തേക്കുന്നത്. അതായത് ഐ റേസ് ടു 10 എന്ന് പറയുമ്പോൾ ഐ റേസ് ടു 2 ഓൾ റേസ് ടു 5 എന്ന് എഴുതി. അപ്പോൾ ഐ റേസ് ടു m ഓൾ റേസ് ടു n ഐ റേസ് ടു mn ആണ് അല്ലേ. അപ്പോൾ ഐ റേസ് ടു 2 ഓൾ റേസ് ടു 5 എന്ന് പറയുമ്പോൾ ഐ റേസ് ടു 2 × 5 എന്ത് കിട്ടും 10 എന്ന് കിട്ടും. അപ്പോൾ ഐ റേസ് ടു 2 നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് -1 റേസ് ടു 5 എന്ന് പറയുന്നത് എന്താണ് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് തമ്മിൽ നെഗറ്റീവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് നെഗറ്റീവ് നമ്പർ തന്നെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഐ റേസ് ടു 2 ഓൾ റേസ് ടു 5 = -1. ഫസ്റ്റത്തെ നമ്പർ പറഞ്ഞ് ക്ലിയർ ആയില്ലേ. രണ്ടാമത് പറയുന്നത് ഐ റേസ് ടു 20നെയാണ്. ഐ റേസ് ടു 20 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഐ റേസ് ടു 2 ഓൾ റേസ് ടു 10. 2 × 10 നമുക്ക് 20 തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് എഴുതാം, സ്പ്ലിറ്റ് ആക്കി എഴുതാം. അപ്പോൾ ഐ റേസ് ടു 20 കിട്ടി. ഐ റേസ് ടു 2 ഓൾ റേസ് ടു 10 എന്നാണ്. അപ്പോൾ ഐ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ് -1 റേസ് ടു 10 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത് ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഈ -1 × -1 അങ്ങനെ ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക 1 ആയിട്ട് മാറും. അപ്പോൾ ഐ റേസ് ടു 20 എന്ന് പറയുന്ന ആരായി 1 ആയി. ഐ റേസ് ടു 30 ഐ റേസ് ടു 30 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഒന്നെങ്കിൽ 2 × 15 എടുക്കാം, അല്ലെങ്കിൽ 3 × 10 എന്ന് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന 2 × 15 അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ ഐ റേസ് ടു 2 × 15 എന്ന് പറയുമ്പം ഐ റേസ് ടു 2 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക -1 ഓൾ റേസ് ടു 15 എന്ന് വരും. ഓക്കെ, ഐ റേസ് ടു 2 × 15. അപ്പോൾ ഐ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 × 15 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. അപ്പോൾ എന്ത് തന്നെ കിട്ടും -1. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ആൻസറിൽ 1 ഉണ്ട്, പ്ലസ് -1 ഉണ്ട്, പിന്നെ ഒരു +1 ഉണ്ട്, പിന്നെ ഒരു -1 ഉണ്ട്. അപ്പോൾ 2 -1 2 +1. ഇത് ആഡ് ചെയ്ത് എന്താ കിട്ടാം എല്ലാം തമ്മിൽ ക്യാൻസൽ ആയി പോകും. നമുക്ക് ഫൈനൽ ആൻസറിൽ എന്താ ഉണ്ടാവുള്ളൂ 0. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് നിങ്ങൾക്ക് ലോജിക്കലി ആലോചിച്ച് വേണമെങ്കിൽ ചെയ്യാം. അതിനാണ് ഞാൻ പറഞ്ഞത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 1 ആയിരിക്കും വരിക. 4ന്റെ മൾട്ടിപ്പിൾസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഇപ്പോൾ 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9 എന്നൊക്കെ പറയുമ്പം 4ന്റെ മൾട്ടിപ്പിൾസ് കൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് പോയതാ. അപ്പോൾ അത് പവേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഐ വരും. മനസ്സിലാവുന്നുണ്ടോ? അതായത്
ഇപ്പം ഐ റേസ് ടു 4 എന്ന് വന്നു, അല്ലെങ്കിൽ ഐ റേസ് ടു 8 എന്ന് വന്നു, ഐ റേസ് ടു 12 എന്ന് വന്നു, ഐ റേസ് ടു 60 അല്ലെങ്കിൽ ഐ റേസ് ടു 20 എന്നൊക്കെ പറയുമ്പം നമ്മൾ എന്തെടുത്താം 1 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഐ റേസ് ടു 5 അല്ലെങ്കിൽ ഐ റേസ് ടു 9, ഐ റേസ് ടു 13, ഐ റേസ് ടു 17, ഐ റേസ് ടു 21 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് 4ൻ്റെ മൾട്ടിപ്പിൾസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് അല്ലേ? അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ അതിൻ്റെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഐ ആയിരിക്കും. ഓക്കെ, ഇനി അതിന് പകരം പവേഴ്സ് 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 നമ്പേഴ്സ് ആഡ് ചെയ്തു. ഐ റേസ് ടു 6 ആയിരിക്കാം, ഐ റേസ് ടു 10 ആയിരിക്കാം, ഐ റേസ് ടു 14 ആയിരിക്കാം, അല്ലെങ്കിൽ ഐ റേസ് ടു 18 ആയിരിക്കാം, അല്ലെങ്കിൽ ഐ റേസ് ടു 22, ഏത് നമ്പേഴ്സ് ആവട്ടെ. അപ്പോൾ നമുക്ക് എന്ത് വരും? -1. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ, ഐ റേസ് ടു 20 തന്നു. അപ്പോൾ ഐ റേസ് ടു 20 എന്ന് പറയുമ്പം 20 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിളാണ്. 4ൻ്റെ മൾട്ടിപ്പിളാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താ വരിക? ഐ റേസ് ടു 20 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഐ റേസ് ടു 10, ഐ റേസ് ടു 10 എന്ന് പറയുന്നത് ഐ റേസ് ടു 4ൻ്റെ മൾട്ടിപ്പിൾ 10 ഇല്ല, 8 വരെ ഉള്ളൂ. പിന്നെ 2 നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പം നമ്മൾ എന്ത് എഴുതും? 1i -1. -1 എന്ന് മനസ്സിലായോ? അതാണ് ടെക്നിക്. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 1 കൊടുക്കുക, അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണെങ്കിൽ ഐ കൊടുക്കുക, 2 ആഡ് ചെയ്ത് വരാണെങ്കിൽ -1 കൊടുക്കുക, 3 ആഡ് ചെയ്ത് വരാണെങ്കിൽ -i. 1i -1 -i. ഓക്കെ, ഇതെനിക്ക് പറയുന്നത് കൊണ്ട് നിങ്ങളൊന്ന് സ്വയം എഴുതി നോക്കും. ഇത് വളരെ സിമ്പിൾ ടെക്നിക്കാണ്. പറയുന്നതുകൊണ്ട് നിങ്ങളിങ്ങനെ വെറുതെ കേട്ടിരിക്കുന്നത് എത്രമാത്രം ആക്സെപ്റ്റബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് തവണ പറയുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നമുക്ക് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 8.3 എക്സ്പ്രസ് 8i³ + 6i raised to 16 minus 12i raised to 11 in the form of a plus bi. അപ്പോൾ a plus bi എന്ന് പറയുന്ന ഫോം നമുക്ക് എഴുതേണ്ടത്. a എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റിയൽ പാർട്ടാണ്. bi എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ നമുക്ക് a plus bi എന്ന ഫോമിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതി. അതായത് 8i³ + 6i raised to 16 minus 12i raised to 11. അതിന് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? 8i² ഇൻറ്റു ഐ. നമ്മൾ എല്ലാത്തിനെയും സ്ക്വയേഴ്സ് ആയിട്ട് മാറ്റി. ബാക്കിയുള്ള ടേമിന് അതിൻ്റെ പവേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 8i² ഇൻറ്റു ഐ പ്ലസ് 8i² ഓൾ റേസ് ടു 8 മൈനസ് 12i² ഓൾ റേസ് ടു 5 ഇൻറ്റു ഐ എന്നാക്കിയാണ് സ്പ്ലിറ്റ് ചെയ്തു. പറഞ്ഞ അത്രയും ക്ലിയർ ആണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ തന്നെ മനക്കണക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് നമ്പർ കിട്ടുവാണെങ്കിൽ നമ്മൾ പവേഴ്സ് ഓഫ് 2 ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? a raised to m all raised to n എന്ന് പറയുന്ന a raised to mn ആണ്. ഇപ്പോൾ a raised to 2 all raised to 5 എന്ന് പറയുകയാണെങ്കിൽ a raised to 2 × 5 ഈക്വൽ ടു a raised to 10 എന്ന് കിട്ടും. ഒന്ന് എഴുതി നോക്കണേ പറയുമ്പോൾ. അല്ലെങ്കിൽ b raised to 3 all raised to 5 എന്ന് പറയുവാണെങ്കിൽ b raised to 3 × 5 b raised to 15 എന്ന് വരും. അത് നമ്മൾ പഠിച്ചൊരു ടെക്നിക്കാണ്. അത് വെച്ചിട്ട് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? a പ്ലസ് ബി ഐ എന്നുള്ള ഫോം നമുക്ക് എഴുതണം. പക്ഷെ നമുക്ക് തന്നേക്കുന്നത് 8i³ + 6i raised to 16 minus 12i raised to 11 എന്നാണ്. അപ്പോൾ നമ്മൾ അതിനെല്ലാം 2ൻ്റെ പവേഴ്സ് വെച്ചിട്ടുള്ള രീതിക്ക് തന്നെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് കിട്ടി 8i² ഓൾ ഇൻറ്റു ഐ പ്ലസ് 6i² ഇൻറ്റു 8 മൈനസ് 12i raised to 2 ഓൾ raised to 5 ഇൻറ്റു ഐ എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ കിട്ടേണ്ട ഉള്ളിൽ i² എന്ന് പറഞ്ഞാൽ എന്താ? -1 ആണ്. അപ്പോൾ i² വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു? -1 വെച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനുള്ളിൽ i² വരുന്ന സ്ഥലത്തൊക്കെ എന്ത് വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? -1 വെച്ചിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രയും ക്ലിയർ ആണല്ലോ. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പം എനിക്ക് കിട്ടിയ ആൻസറാണ് രണ്ടാമത്തെ ലൈനിലുള്ളത്. 8 × -1 ഇൻറ്റു ഐ പ്ലസ് 6 × -1 ഇൻറ്റു 8 മൈനസ് 12 × -1 ഇൻറ്റു 5 ഇൻറ്റു ഐ എന്ന് കിട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇനി ഐന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കിട്ടുന്നതാണ് -8i പ്ലസ് 6, അതായത് -1 ഓൾ റേസ് ടു 8 എന്നാണ്. -1 ഓൾ റേസ് ടു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് കിട്ടും 1 ആവും. അപ്പോൾ അവിടെ 6i മൈനസ് 12 -1 ഓൾ റേസ് ടു 5 ആണ്. ഓൾ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താ? -1 തന്നെ. അതാണ് എന്തായിട്ട് മാറുന്നത്? -12 -1 ഇൻറ്റു ഐ എന്നായി മാറിയത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അതെന്തായി? -8i പ്ലസ് 6 പ്ലസ് 12i എന്നായി.
ഐ ടേംസ് എല്ലാം നമ്മൾ ഒന്നിച്ച് വെക്കും, മറ്റേ റിയൽ പാർട്ട് ഒന്നിച്ചാക്കും. അപ്പോൾ റിയൽ പാർട്ടിലാകെ 6 മാത്രമേ ഉള്ളൂ. 6 പ്ലസ് ഇനി -8i + 12. -8i + 12 എന്ന് പറയുമ്പോൾ 12ൻ്റെ ഉള്ളിൽ 8 കുറച്ചു, എന്താ വരിക? 4. നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ സൈൻ നോക്കി, അപ്പോൾ എന്താണ് ലാർജസ്റ്റ് നമ്പറിൻ്റെ സൈനാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? പോസിറ്റീവാണ്. അപ്പോൾ 6 + 4i എഴുതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ a + bi എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മളോട് മാറ്റാൻ പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ a + bi എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റിയപ്പം a ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 6ഉം bi ആയിട്ട് വന്നിരുന്നതാണ് 4i ആണ്. a എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. bi എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനറി പാർട്ടായിട്ട് അല്ലെങ്കിൽ ഇമാജിനറി നമ്പറായിട്ട് ഇവിടെ വരുന്നത് 4i ആണ്. അപ്പോൾ നമുക്ക് എക്സാമിന് എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്? അതിനെ സ്ക്വയർ ആക്കിയിട്ട് ബാക്കി അതിൻ്റെ പവേഴ്സ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരാണ്. അപ്പോൾ i² എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചു വെക്കണം? -1 ആണ്. ഓക്കെ, അന്ന് i² i³ i⁴ i⁵ i⁴ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ചെണ്ണം ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മനക്കണക്ക് ഓർത്ത് വെക്കുക. i⁴ = 1 ആണ്. i⁵ എന്താണ് വരിക? i ആണ്. i⁶ പറയുകയാണെങ്കിൽ -1 ആണ്. i⁷ എന്ന് പറയുമ്പോൾ -i ആണ്. 1i -1 -i. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്രസ് 8i + 6i⁴ -12i⁴ ഇൻ ദ ഫോം a + bi എന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ a + bi എന്ന് പറയുന്ന ഫോമിലേക്കാണ് എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? 6 + 4i എന്നാണ്. 6 എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടാണ്. 4i എന്ന് പറയുന്നത് അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അതിനുള്ളിൽ എക്ക് സമാനമായിട്ട് വരുന്നതാണ് 6, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് 4i. അപ്പം എന്താണ് റിയൽ നമ്പർ, എന്താണ് ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര നേരമൊക്കെ പറഞ്ഞു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് വന്നു എന്ന് കരുതുക. അപ്പം ആ നെഗറ്റീവിനെ ഒഴിവാക്കിയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. Conjugate of a complex number. The complex number or simply conjugate of a complex number Z is equal to a plus bi is defined as the complex number a minus bi and is denoted by Z bar. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ് കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് നമ്പറിന് a plus bi എന്നുള്ള ഫോമാറ്റിൽ എഴുതാം. a എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടാണ്, bi എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ വിചാരിക്കുക a + bi നമ്മളൊരു പേര് കൊടുത്തു, സെഡ് എന്ന്. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുവാണെങ്കിൽ അതിനെങ്ങനെ എഴുതും? സെഡ് ബാർ. ഈ സെഡ് എഴുതിയിട്ട് എൻ്റെ മേലൊരു വര കണ്ടില്ലേ, അതിന് പറയുന്നതാണ് സെഡ് ബാർ അല്ലെങ്കിൽ സെഡ് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പം a + bi എന്നാണെങ്കിൽ ഈ bi വരുന്നില്ലേ, നമ്മുടെ ഇമാജിനറി പാർട്ടില്ലേ, അതിൻ്റെ സൈൻ നമ്മൾ മാറ്റും. a + bi എന്നാണെങ്കിൽ അത് മാറിയിട്ട് എന്താവും? a - bi എന്നാവും. മനസ്സിലായോ? അതാണ് കോൺജുഗേറ്റിൽ പറയുന്നത്. കോൺജുഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ നമ്മുടെ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ ആകെ ചേഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സുള്ളിൽ a + bi എന്നല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്, അത് ഞാൻ സെഡ് എന്ന് പേര് കൊടുത്തു. അപ്പം ആ സെഡിൻ്റെ കോൺജുഗേറ്റ് പറയുമ്പോൾ അതിന് സെഡ് ബാർ എഴുതി. സെഡ് ബാർ എന്ന് പറയുമ്പം എന്താ പറയുക? a + bi അതിൻ്റെ റിയൽ പാർട്ടില്ലേ bi, അതിൻ്റെ സൈൻ ഒന്ന് മാറും. സൈൻ മാറിയിട്ട് പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അത്രയേ ഉള്ളൂ കോൺജുഗേറ്റിനുള്ളിൽ. വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റാണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുമ്പോൾ വെറുതെ കേട്ട് പോവുകയാണെങ്കിൽ ഈ ചാപ്റ്റർ മനസ്സിലാവില്ല. ഇത് പറയുമ്പോൾ ഒന്ന് എഴുതി നോക്കുക. എനിക്ക് മാത്രം അതിൻ്റെ കണക്ഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വളരെ എളുപ്പമാണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഐക്ക് പകരം നമ്മൾ വേറെ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു സാധാരണ കോംപ്ലക്സ് നമ്പർ a + bi എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്ന അതിൻ്റെ റിയൽ പാർട്ടാണ്, bi എന്ന് പറയുന്ന അതിൻ്റെ കോംപ്ലക്സ് പാർട്ടാണ്, അതറിയാലോ. ഇനി നമ്മൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? a + bi എന്ന് പറയുന്ന ഇക്വേഷൻ സെഡ് എന്ന് പേര് കൊടുത്തു. അതിന് സെഡ് എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ സെഡ് ബാർ അല്ലെങ്കിൽ സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ സെഡ് എഴുതിയിട്ട് അതിൻ്റെ മേലൊരു ചെറിയ വര കണ്ടോ, അതാണ് സെഡ് ബാർ അല്ലെങ്കിൽ സെഡ് കോൺജുഗേറ്റ് എന്ന് പറയാം. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ സെഡ് is equal to a + bi എന്നാണെങ്കിൽ സെഡ് ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ പാർട്ടിന് ഒരു ചേഞ്ചും ഇല്ല. റിയൽ എന്ന് പറഞ്ഞാൽ എക്ക് ഒരു ചേഞ്ചും ഇല്ല. പക്ഷെ bi എന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ എന്താവും? ചേഞ്ച് ആവും.
നമ്മുടെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ എന്തായി ഇവിടെ പ്ലസ് ബി ഐ എന്നാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നത്. പക്ഷേ ഇത് എന്തായി മാറും? മൈനസ് ബി ഐ എന്ന് മാറി വരും. ഓക്കെ, അപ്പം എ പ്ലസ് ബി ഐ എന്നായിരുന്നു, അത് എ മൈനസ് ബി ഐ ആയി കോൺജുഗേറ്റ് എടുത്തപ്പം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ if z is equal to a plus bi, then z bar equal to a minus bi. The conjugate of a complex number is obtained by changing sign of imaginary part. ഒരു നോട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ സൈൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? മാറ്റി കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺജുഗേറ്റ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കത് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ അത് ക്ലിയർ ആകും. ഇഫ് സെഡ് ഈക്വൽ ടു 2 + 3i, 2 + 3i ആണ്. അങ്ങനെയാണെങ്കിൽ സെഡ് ബാർ അല്ലെങ്കിൽ സെഡിൻ്റെ കോൺജുഗേറ്റ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? 2 എന്ന് പറഞ്ഞ റിയൽ പാർട്ട് അത് അങ്ങനെ തന്നെ വെച്ചു. പ്ലസ് 3i എന്നുണ്ട്, അതെന്തായി മാറും? മൈനസ് 3i. ഓക്കെ, ഇനിയിപ്പോൾ ഈ സെഡ് ഈക്വൽ ടു 1 - i ആണെന്ന് വിചാരിക്കുക. z ഈക്വൽ ടു 1 - i. അപ്പോൾ സെഡ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. അപ്പോൾ 1 + i ആയി. ഇനിയിപ്പോൾ ഇഫ് സെഡ് ഈക്വൽ ടു -2 + 10i എന്നാന്ന് വിചാരിക്കുക. അപ്പോൾ സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? -2 അവിടെ തന്നെ നിൽക്കും. അതെന്താണ്? റിയൽ പാർട്ടാണ്, അതിൻ്റെ കൂടെ i ഇല്ലല്ലോ. നെക്സ്റ്റ് എന്താണ്? +10i ആയിരുന്നു. +10i ആരായിട്ട് മാറും? -10i ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ എന്തിൽ നമുക്ക് പറയാനുള്ളത്? കോൺജുഗേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനുള്ളിൽ. കോൺജുഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ സെയിം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഒന്ന് ചേഞ്ച് ആക്കി. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നമ്മൾ ചേഞ്ച് ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺജുഗേറ്റ്. എ പ്ലസ് ബി ഐ ഈക്വൽ ടു സെഡ് ആണെങ്കിൽ എ മൈനസ് ബി ഐ ആയിരിക്കും എന്ത്? സെഡ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത എക്സാമ്പിളിലൊക്കെ റിയൽ പാർട്ടിന് ഒരു മാറ്റവും ഇല്ല. റിയൽ എന്ന് പറയുവാണെങ്കിൽ ഐ വരാത്ത ടേംസ്, റിയൽ പാർട്ടിന് ഒരു മാറ്റമില്ല. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നമ്മളിങ്ങനെ മാറ്റി കൊടുത്തോണ്ടേയിരിക്കും. ഇപ്പോൾ അവിടെ -3i ആണെങ്കിൽ അത് +3i ആയി, +3i ആണെങ്കിൽ അത് -3i ആയി. അതാണ് കോൺജുഗേറ്റിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഐൻ്റെ സൈൻ മാത്രം എന്ത് ചെയ്യുക? മാറ്റി കൊടുക്കുക. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് കോൺജുഗേറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇഫ് സെഡ് ഈസ് എ റിയൽ നമ്പർ ദെൻ സെഡ് ഈക്വൽ ടു സെഡ് ബാർ, ദാറ്റ് ഈസ് കോൺജുഗേറ്റ് ഓഫ് എ റിയൽ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. മനസ്സിലായോ? ഇഫ് സെഡ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്, ആ റിയൽ നമ്പറിൻ്റെ നമ്മൾ എന്തെടുത്തു? കോൺജുഗേറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ആ റിയൽ നമ്പർ ആയിരിക്കും. അതായത് ഇപ്പോൾ സെഡ് ഈക്വൽ ടു 5 ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു. സെഡ് കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ സെഡ് ബാർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 5 തന്നെ. റിയൽ നമ്പേഴ്സ് ഒരിക്കലും ഒരു ചേഞ്ച് വരുന്നില്ല. ചേഞ്ച് വരുന്നത് ആർക്കാ? ഐ വരുന്നവർക്ക്. ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. റിയൽ പാർട്ടിൻ്റെ സൈൻ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ഇമാജിനറി പാർട്ടിൻ്റെ സൈനാണ് നമ്മൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ മാറുന്നത്. നമുക്ക് എ പ്ലസ് ബി ഐ എന്നാണെങ്കിൽ അതെന്താവും? കോൺജുഗേറ്റ് എടുക്കുമ്പം എ മൈനസ് ബി ഐ. ഇവിടെ എക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ആർക്കാണ് മാറ്റമുള്ളത്? ബി ഐ. ബി ഐൻ്റെ ഫ്രണ്ടിലെ സൈനാണ് എന്താണ് ചെയ്യുന്നത്? മാറുന്നത്. അല്ല അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ല. ജസ്റ്റ് ആ സൈൻ ഓപ്പോസിറ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് സെഡ് ഈസ് പ്യുവർലി ഇമാജിനറി നമ്പർ ദെൻ സെഡ് ബാർ ഈക്വൽ ടു -z. ഓക്കെ, സെഡ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പർ ആണെങ്കിൽ സെഡ് ബാർ എന്ന് പറയുന്ന ആരായി? -z. ഫോർ എക്സാമ്പിൾ ഇഫ് സെഡ് ഈക്വൽ ടു 3i എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെഡ് ബാർ എടുക്കുമ്പോൾ അതെന്താവും? -3i ആയിട്ട് മാറും. ഓക്കെ, -3i ആയിട്ട് മാറും ആര്? നമ്മുടെ സെഡ് ബാർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്തിൽ പറയുന്നത്? കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു റിയൽ പാർട്ടിന് ഒരിക്കലും ചേഞ്ച് ഇല്ല, പക്ഷെ അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. ഇനി മൂന്നാമത്തെ പ്രൂഫിൽ പറയുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് നമ്പർ ഇറ്റ്സെൽഫ്. നമ്മൾ ആദ്യം ഒരു കോൺജുഗേറ്റ് എടുത്തു, എന്നിട്ട് അതിന് ഒന്നും കൂടെ കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ നമ്പർ തന്നെ. നമ്മൾ കോംപ്ലിമെൻറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എ കോംപ്ലിമെൻറ്റ് ദ ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്താണ്? എ തന്നെയാണ് അല്ലേ? എൻ്റെ പുറത്തുള്ളവരെ, എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്ക് പുറത്തുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തു, അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ പിന്നെ ആരായി? തിരിച്ച് എയിലേക്കുള്ളവർ തന്നെ വന്നു. കോംപ്ലിമെൻറ്റ് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ് മനസ്സിലാവും. നമ്മൾ എ എഴുതിയിട്ട് ഒരു വര വരയ്ക്കും, അതിൻ്റെ മേലെ ഒരു നീട്ടി വലിയ വരയും കൂടെ വരച്ചാൽ എന്തായി? എ കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്, അല്ലെങ്കിൽ സെഡ് കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ കോൺജുഗേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എന്താണ്? നമ്മൾ ആദ്യം എടുത്ത
നമ്പർ തന്നെയായിരിക്കും കിട്ടുക. ഇപ്പോൾ എ പ്ലസ് ബി ഐ എടുത്തെന്ന് വിചാരിക്കുക. സെഡ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഐ ആണ്. അങ്ങനെ ഈ സെഡ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ സെഡ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മൈനസ് ബി ഐ. ക്ലിയർ ആണല്ലോ? സെഡ് കിട്ടി, സെഡ് ബാർ കിട്ടി. ഇത് നമുക്ക് വേണ്ട സെഡ് കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്. അപ്പോൾ സെഡ് ചെയ്തൊരു ബാർ വരച്ചു, ഒന്നും കൂടെ അതിൻ്റെ കോൺജുഗേറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ്? എ മൈനസ് ബി ഐ ആ. അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്താവും? എ പ്ലസ് ബി ഐ ആയി. അത് തന്നെയല്ലേ നമുക്ക് ആദ്യം സെഡ് ഈസ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ് എന്ന് ഓർത്ത് വെക്കുക. സെഡ് ഈക്വൽ ടു സെഡ് ബാർ ബാർ 2 പ്രാവശ്യം വരും. ഇവിടെ നിങ്ങൾക്കറിയാം സെഡ് കണ്ടോ, ഏറ്റവും ലാസ്റ്റത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. സെഡ് ബാർ ദി ഓൾ ബാർ എന്ന് വരുവാണെങ്കിൽ ഈക്വൽ ടു സെഡ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺജുഗേറ്റ്. അപ്പോൾ കോൺജുഗേറ്റിനുള്ളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കോൺജുഗേറ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ചേഞ്ച് ആവുന്നത് ഇമാജിനറി പാർട്ട് മാത്രമാണ്. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ എന്താവും? റിവേഴ്സ് ആയിട്ട് വരും. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കോൺജുഗേറ്റ് എടുത്തു, എന്നിട്ട് ഒന്നും കൂടെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്ന നമ്പറിലേക്ക് തന്നെ പോകും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് സെഡ് ഈസ് ഈക്വൽ ടു 2 + 3i. 2 + 3i. അപ്പോൾ സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തായി? 2 - 3i. സെഡ് കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്. ഇപ്പോൾ കോൺജുഗേറ്റ് എടുത്തതിന് ഒന്നും കൂടെ കോൺജുഗേറ്റ് എടുക്കുകയാണ്. അപ്പോൾ എന്താവും? 2 + 3i. പിന്നെയും തിരിച്ചു വന്നു. അതിനുള്ള റിയൽ പാർട്ടിന് ഒരു ചേഞ്ചും ഇല്ല. നമ്മുടെ ഇമാജിനറി പാർട്ട് മാത്രമാണ് എന്താ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോൺജുഗേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റിനുള്ളിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് സൈൻ ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് 3 - 4i. പിന്നെ രണ്ടാമത് തന്നിരിക്കുന്നത് 2 + i ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാം 3 - 4i. നമ്മളോട് അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 - 4i, 3ൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. കാരണം എന്താണ്? 3 എന്ന് പറയുന്നത് നമ്മുടെ റിയൽ പാർട്ടാണ്. പിന്നെ ഉള്ളത് -4i ആണ്. -4i എന്തായി മാറും? +4i. അപ്പോൾ നമ്മുടെ കോൺജുഗേറ്റ് എന്താണ്? 3 + 4i എന്ന് പറയുന്നതാണ് 3 - 4iൻ്റെ കോൺജുഗേറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് സെഡ് ഈസ് ഈക്വൽ ടു 2 + i ദി ഹോൾ സ്ക്വയർ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ 2 + i ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം? a + b ഹോൾ സ്ക്വയർ അല്ലേ? ആ ഫോമിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ a² + 2ab + b² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2² + 2 × 2 × i + i² എന്ന് കിട്ടി. 2² എന്ന് പറയുന്നത് 4 ആണ്. i² എന്ന് പറയുന്നത് -1 ആണ്. പിന്നെ 2 × 2 × i, ആ ടേം എന്താ? 4i. ഇത്രയും കിട്ടിയല്ലോ. ഇനി 4 - 1 + 4i എന്നാണ്. അപ്പോൾ 4 - 1 നമുക്ക് എന്ത് എഴുതാം? 3 + 4i. അപ്പോൾ നമ്മുടെ സെഡ് ഈസ് ഈക്വൽ ടു 2 + i ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 3 + 4i എന്നാണ്. അപ്പോൾ സെഡ് ആണ് എന്ത്? 3 + 4i. നമ്മളോട് പറഞ്ഞത് സെഡിൻ്റെ കോൺജുഗേറ്റ് എടുക്കാനാണ്. അപ്പോൾ 3 + 4iൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എനിക്ക് എന്താ വരിക? 3 - 4i. അപ്പോൾ 3 - 4i എന്ന് പറയുന്നതായിരിക്കും 2 + i ദി ഹോൾ സ്ക്വയറിൻ്റെ കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം 2 + i ഹോൾ സ്ക്വയർ എന്ന് വന്നല്ലോ, അതിന് വരെ ക്യൂബ് ആണെങ്കിലോ എത്ര പവേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം നിന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഒന്ന് മാറ്റി കൊടുക്കുക. റിയൽ പാർട്ടിനൊന്നും ചെയ്യരുത്. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ആക്കിയാൽ മതി. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജിയോമെട്രിക്കലി റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെ നമുക്ക് ജിയോമെട്രിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് സെഡ് ഈസ് ഈക്വൽ ടു a + bi ഈസ് എ കോംപ്ലക്സ് നമ്പർ. ലെറ്റ് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് എന്തൊക്കെയാണ്? x, o, x' ആൻഡ് y 0, y'. y അത് ഒറിജിൻ ആണ് 0 എന്ന് പറയുന്നത്. ബി ടേക്കൺ ആസ് x ആക്സിസ് ആൻഡ് y ആക്സിസ് റെസ്പെക്റ്റീവ്ലി. o എന്ന് പറയുന്ന ഒറിജിൻ ആണ്. ലെറ്റ് p be any point whose coordinates are a, b. We say that the complex number z is equal to a + bi is represented by the point P of AB as shown in the figure 8.1. നമ്മൾ പറഞ്ഞു നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എയും ബിയും എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുത്തു. ആ പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് 8.1 ഫസ്റ്റത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.